4 വോട്ടിനാണ് ഇ.ടി. മുഹമ്മദ് ബഷീർ മുന്നിട്ട് നിൽക്കുന്നത്. മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ സി അരുൺകുമാർ എന്ന LDF സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എറണാകുളത്ത് ഹൈബി ഈഡനാണ് മുന്നിട്ട് നിൽക്കുന്നത്. മാവേലിക്കരയിൽ 39 വോട്ടിനാണ് സി അരുൺകുമാർ മുന്നിട്ട് നിൽക്കുന്നത്. ഫ്രാൻസിസ് ജോർജിന് ഇടുക്കിയിൽ നേട്ടമുണ്ടാക്കാനാകുന്നു എന്നുള്ളതാണ് ആദ്യ സൂചനകൾ എത്തുന്നത്. പാലക്കാട് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് എ വിജയരാഘവനും മുന്നിട്ട് നിൽക്കുന്നത്. എത്ര വോട്ടുകൾക്കാണ് ഇവരൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്? ഏതൊക്കെ അർത്ഥത്തിലാണ് ഇനി കാര്യങ്ങൾ മറിയുന്നത് നോക്കൂ. കേരളത്തിന്റെ ഗ്രാഫ് LDF താഴേക്ക് പോകുന്നു. 6 സീറ്റുകളിൽ മാത്രമാണ് LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പ്രവചനങ്ങൾ സത്യമാകുമോ? ലിബീഷ് കമോൺ ലിബീഷ്, എങ്ങനെയുണ്ട്? പ്രവചനങ്ങൾ ശരിയാകുന്ന തരത്തിലേക്കാണ് കേരളത്തിന്റെ റിസൾട്ടുകൾ പോകുന്നതെന്ന് തോന്നുന്നു. അതെ LDF മുന്നിട്ട് നിൽക്കുന്നത്. UDF 12 ഇടത്ത്, താമര എവിടെയുമില്ല. താമര വിരിയില്ല എന്ന് തന്നെ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ നമുക്കിപ്പോഴും ആ ട്രെൻഡ് വിലയിരുത്താറായിട്ടില്ലെന്ന് തോന്നുന്നു അജിംഷാദ്. കേരളത്തിൻ്റെ ഞാനിപ്പോൾ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാൻ ഇത്രയും നേരം കുറച്ചൊന്ന് പുറത്തേക്ക് പോയതാണ്. എന്തായാലും നമുക്ക് ഇപ്പോൾ ട്രെൻഡ് വിലയിരുത്തുമ്പോൾ തീർച്ചയായും ലിബീഷ് രാവിലെ മുതൽ ഇരിക്കുകയായിരുന്നു ചർച്ചയും ഒക്കെ ആയിട്ട്. ഏകദേശം ഒരു ട്രെൻഡ് എങ്ങനെയാണ് നീങ്ങുന്നത് ഈ പ്രവചനങ്ങൾക്ക്? എക്സിറ്റ് പോളുകളെ നമുക്ക്